മ്യൂസിയം മൃഗശാല നിയമന തട്ടിപ്പിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ചുമതലയേറ്റ ശേഷം അനധികൃത സ്ഥാനക്കയറ്റങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ നിർദ്ദേശം നൽകിയതിന്റെ രേഖകൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. എന്നാൽ അഹമ്മദ് ദേവർകോവിൽ മന്ത്രിയായ കാലയളവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ നിലവിലുള്ള PA സുജിത്ത് അടക്കം 5 പേർക്കെതിരെ അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കാൻ മന്ത്രി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് മറികടന്നാണ് കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് നിലവിലുള്ള മന്ത്രിയും വകുപ്പും സ്വീകരിക്കുന്നത്. ഇല്ലാത്ത തസ്തികയിലേക്ക് മ്യൂസിയത്തിൽ വ്യാപകമായി സ്ഥാനക്കയറ്റം നൽകിയ വാർത്ത റിപ്പോർട്ടറാണ് പുറത്തുകൊണ്ടുവന്നത്. ഈ വാർത്തയ്ക്ക് പിന്നാലെ മൃഗസംരക്ഷണ വകുപ്പിലും മ്യൂസിയം വകുപ്പിലും അന്വേഷണവും തുടങ്ങിയിരുന്നു. വിവരങ്ങളുമായി TV പ്രസാദ് നമുക്കൊപ്പം. TV പ്രസാദ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. നമ്മുടെ അന്വേഷണം തുടരുമ്പോൾ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മന്ത്രി തന്നെയാണോ? ഉറപ്പായും സുജയ്ക്ക് ഓർമ്മയുണ്ടാവും, നേരത്തെ മൃഗശാലയിലും മ്യൂസിയത്തിലും നടന്ന നിയമന തട്ടിപ്പിന്റെ വിവരങ്ങൾ. മൃഗശാലയിൽ മാത്രം 12 പേരിൽ ജോലിക്ക് കയറിയതിൽ 10 പേരും വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കയറിയതാണെന്ന് സർക്കാർ തന്നെ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. സമാനമായ സംഭവം തന്നെയാണ് മ്യൂസിയത്തുള്ളതും. മ്യൂസിയത്തിൽ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ PA ആയ സുജിത്ത് ഉൾപ്പെടെ 5 പേരാണ് ഇല്ലാത്ത തസ്തികയിലേക്ക് അനധികൃതമായി പ്രൊമോഷൻ നേടി പ്യൂണായിട്ട് കയറിയവർ ഇപ്പോൾ സൂപ്രണ്ടുമാർ പോലെ ആയിട്ടുള്ളത്. സുജിത്തിനെ കൂടാതെ നിലവിലുള്ള സൂപ്രണ്ട് രാജേഷ്, ജയപ്രകാശ്, ഗിരീഷ് കുമാർ, സജീവ് എന്നീ 5 പേർക്കാണ് അനധികൃതമായി ഇല്ലാത്ത തസ്തികയിലേക്ക് പ്രൊമോഷൻ കൊടുത്തത്. ഇത് അനധികൃതമാണെന്ന് കണ്ടെത്തി തുടർ നടപടികൾക്കാണ് നേരത്തെ അഹമ്മദ് ദേവർകോവിൽ മന്ത്രിയായിരിക്കെ ഇടപെടലുണ്ടായത്, ഉത്തരവുണ്ടായത്. പക്ഷേ അഹമ്മദ് ദേവർകോവിൽ മാറി കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയായതിനു ശേഷം എല്ലാം അട്ടിമറി നടന്നു. അതായത് സ്പെഷ്യൽ റൂള് നേരത്തെ നടപ്പാക്കേണ്ടതില്ല, പകരം ഇപ്പോൾ പരാതി ഉന്നയിച്ചത് മുതലുള്ള കാലം മുതലുള്ള കാര്യം നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. നേരത്തെ ഉള്ളത് അങ്ങ് മറന്നേക്കൂ എന്നാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിയായതിനു ശേഷമുള്ള നിലപാട്. എന്തായാലും ഇതിൽ 2 വകുപ്പും അന്വേഷണം തുടരുന്നുണ്ട്. സുജയ. ഓക്കെ TV പ്രസാദ്, നമുക്കും ആ അന്വേഷണം തുടരാം. സത്യമൊക്കെ നാട്ടുകാർ അറിയട്ടെ. അതൊക്കെ അറിയിക്കാനല്ലേ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് വാർത്തകളിലൂടെ.